അക്ഷതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ അധ്യായത്തിലും. കേരളത്തിലേക്ക് ചേക്കേറുന്ന അതിഥി തൊഴിലാളികളോട് ആതിഥേയർ കാണിക്കേണ്ടുന്നതായ സുജനമര്യാദകൾ കാണിക്കുവാൻ മലയാളം ആ മനുഷ്യരോട് സന്മനസ്സു കാണിക്കണം. അത് അവരോട് കാണിക്കുന്ന നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അതൊരു മനുഷ്യത്വം മാത്രമാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആസാം പണിക്കാർ എന്ന കവിത 1941 എഴുതിയത്. ഓർക്കണം, എത്ര വർഷങ്ങൾക്ക് ശേഷവും ഈ കവിത പ്രസക്തമാവുന്നു. 2 ഭാഗങ്ങളാണ് ഈ കവിത. ഒന്നാമത്തെ ഭാഗം കേരളത്തെ പഴിച്ചുകൊണ്ട് ആസാമിലേക്ക് തൊഴിൽ തേടിപ്പോകുന്ന മനുഷ്യർ. അപ്പോൾ അവർ കേരളത്തെ ഒരുപാട് പഴിക്കുന്നുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും ജനിച്ച നാട്ടിൽ തന്നെ ജീവിക്കുവാനാണ് ഇഷ്ടം. അവിടെ എല്ലാ തരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെയാണുള്ളത്. പ്രിയപ്പെട്ട മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നതാണ് എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആഗ്രഹം. പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട്, ഉടൽ മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എൻ്റെ ഉയിർ, എൻ്റെ പ്രാണൻ, എൻ്റെ ഹൃദയം എൻ്റെ കുടുംബത്തോടൊപ്പമാണ്. പിന്നെ എന്തിനാണ് ഈ ഉടൽ മാത്രം എടുത്തുകൊണ്ട് പോകുന്നത്? ആ കുടുംബത്തിൻ്റെ അന്നപാനീയങ്ങൾ, മറ്റു ആവശ്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി. അപ്പോൾ അത്രമേൽ നിവൃത്തിയില്ലായ്മകളാണ് ഒരു മനുഷ്യനെ പ്രവാസിയാക്കുന്നത്. നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലാം. ആദ്യത്തെ ഭാഗം കേരളത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നവരാണ്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ തങ്ങളുടെ വേരുകൾ ആഴത്തിൽ ഊന്നുകയും ജീവിതം പച്ചപിടിക്കുകയും അങ്ങനെ തിരിച്ച് വിജയശ്രീലാളിതരായി ജനിച്ച നാട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആസാം പണിക്കാർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജനിച്ച നാടുവിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരിഷകൾ ഞങ്ങൾ, കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു, കുതുകാൽ ചിന്തകൾ കുതിക്കുന്നു മുമ്പേ. തിരയടിക്കും താഴ്വരയും പാടവും കുറിയമാവുകൾ തൊടുത്ത പാതയും, തിരക്കിടും തെങ്ങു കവുങ്ങുകൾ പച്ചക്കറുപ്പു പൂശുന്ന പുരയിടങ്ങളും, പതഞ്ഞൊഴുകുന്ന നദങ്ങളും ജനപദങ്ങളും ഗൃഹശതങ്ങളുമെല്ലാം കലങ്ങിയും ചുറ്റിക്കറങ്ങിയും വഴിവിലങ്ങിയും നിന്നാൽ കുലുങ്ങുമോ ഞങ്ങൾ. കടന്നൊക്കെ തട്ടിക്കളഞ്ഞു പായട്ടെ കനത്ത തീവണ്ടി ഇരുമ്പിൻ്റെ മുഷ്ടി. വഴിക്കു ഗോപുരം അടച്ചു നിൽക്കുന്ന കിഴക്കൻ മാമല തുളച്ചു പായട്ടെ. വലിയ തീവണ്ടി കയറിപ്പോകിലും വയറിന്മേൽ മുന്നോട്ടിഴയുന്നോർ ഞങ്ങൾ. കുടികളെങ്ങനെ വിലക്കും ഞങ്ങളെ ചുടുമിഴിനീരിൽ ഒരൊറ്റവറ്റുണ്ടോ. കുടികളെങ്ങനെ വിലക്കും ഞങ്ങളെ ചുടുമിഴിനീരിൽ ഒരൊറ്റവറ്റുണ്ടോ. തടുക്കിൽ അമ്പലം തടുക്കില്ല പള്ളി, പടച്ചവനിപ്പോൾ പരദേശത്തിലാം. വിളിപ്പതെന്തിനു പുരികൾ അങ്ങു പല്ലിളിച്ച മൃത്യുതാൻ പണിക്കിറങ്ങുന്നു. കുരുന്നുനാൾ തൊട്ടു വളർത്തി വന്നൊരീ പിറന്ന നാടിനെ പിരിക വയ്യെന്നോ. അറിയുമേ ഞങ്ങളറിയും നീതിയും നെറിയും കെട്ടൊരീ പിറന്ന നാടിനെ. ആ വരികൾ എത്രമേൽ അർത്ഥവത്താണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും. അറിയുമേ ഞങ്ങളറിയും നീതിയും നെറിയും കെട്ടൊരീ പിറന്ന നാടിനെ. അതിഥികൾക്കെല്ലാം അമരലോകം ഇക്കിതവി ഞങ്ങൾക്കു നരകദേശവും. മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കുകില്ലവൾ. കുടവയറിനു കുളിർത്ത ചോർ പാടുപെടുന്ന വായകൾ കുഴക്കരിക്കഞ്ഞി. അടുത്ത നാളൊരു കുടുന്ന ഈച്ചയും നടപ്പിതേ വിധം നശിച്ചൊരീ നാട്ടിൽ. അറിയുമേ ഞങ്ങളറിയും നീതിയും നെറിയും കെട്ടൊരീ പിറന്ന നാടിനെ. മലയാളകൾ തൻ തടവു ഭേദിച്ചീ മനോവ്യഥയെല്ലാം പുറത്തു പോകട്ടെ, പുറത്തു തള്ളട്ടെ. ഒരു മുറിവേടിപ്പുകയായി നാട്ടിൽ ശ്വസിച്ചതു ഞങ്ങൾ. അവിടെ ആസാമിൻ വനങ്ങൾ കൂത്തിനുള്ളലർ വനങ്ങളല്ലറിയുന്നു ഞങ്ങൾ. അവ മതി ഓതി അടിച്ചു മേലാളർ അടിമകൾ പോലെ പണിയെടുപ്പിക്കാം. വിപിനവല്ലികൾ പണമുയർത്തിയിടും അപകടങ്ങളായി പരിണമിച്ചിടാം. വിരിഞ്ഞ മൃത്യുവിൻ പരാഗവുമേന്തി വിരഞ്ഞു വന്നിടാം കൊതുക്കൾ ചുംബിപ്പാൻ. കരൾ ചരടുകൾ വലിച്ചു പൊട്ടിക്കാം,
ഇരുട്ടിലുറ്റവരുടെ നിലവുകൾ നിയതമെങ്കിലും കിടച്ചിടുമല്ലോ വിയർപ്പിനു കൂലി വിശപ്പിനു ചോറും. നിയതമെങ്കിലും കിടച്ചിടുമല്ലോ വിയർപ്പിനു കൂലി വിശപ്പിനു ചോറും. കൊതിച്ചോണം ഞങ്ങൾ കഴിയട്ടെ, പിന്നെ പടച്ചോൻ അല്ലെങ്കിൽ ചെകുത്താനേൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗം ആസാമിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യരുടേതാണ്. ജനിച്ച നാടുവിട്ടകലെ ആസാമിൽ പണിക്കു പോയി വരും പരിഷകൾ ഞങ്ങൾ. ഒന്നാമത്തെ ഭാഗത്തിൽ തുടങ്ങുന്നത് ജനിച്ച നാടുവിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരിഷകൾ ഞങ്ങൾ. രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് ജനിച്ച നാടുവിട്ടകലെ ആസാമിൽ പണിക്കു പോയി വരും പരിഷകൾ ഞങ്ങൾ. കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു കുതുകാൽ ചിന്തകൾ കുതിക്കുന്നു മുമ്പേ. പല നാളായി പിരിഞ്ഞിരുന്ന ഞങ്ങൾക്കീ മലനാടെത്രമേൽ മധുര ദർശനം. തുരുതുരേ കൊക്കു പറക്കും പാടങ്ങൾ, തുടരണി മണികിലുങ്ങും മേടുകൾ, മുടിവിടുർത്താടും കവുങ്ങു തെങ്ങുകൾ, കിടക്കു പുഞ്ചിരി പൊഴിക്കും വീടുകൾ, പരക്കെ മാമ്പുവാം നിരത്തുകൾ, നാട്ടിൻ പുറത്തെ സ്വപ്നം കണ്ടെഴും നഗരികൾ. ഉടനോടി അടുക്കട്ടെ, ചുറ്റും നടനം ചെയ്യട്ടെ പഴയ കൂട്ടുകാർ. ഒരൊറ്റ തെങ്ങു കണ്ടിടത്തിലൊക്കെയും സ്മരിച്ചു ഞങ്ങളീ പിറന്ന നാടിനെ. ഒരൊറ്റ തെങ്ങു കണ്ടിടത്തിലൊക്കെയും സ്മരിച്ചു ഞങ്ങളീ പിറന്ന നാടിനെ. വെളുത്ത വസ്ത്രമൊന്നുടുത്തു കണ്ടിടത്തലിവോട് ഓർത്തതീ അമല നാടിനെ. അറിയുമേ ഞങ്ങൾ അറിയുമീ നാടു നരകമാക്കിടും നരകീടങ്ങളെ. പഹയന്മാരോടു പകരം വീട്ടട്ടെ പകയിൽ നീറുന്ന വരുന്ന കാലങ്ങൾ. ഇവിടെ ഞങ്ങൾക്കീ പഴയ മണ്ണിൽ താൻ ഇനിയും ജീവിതം പടർത്തുകിൽ പോരും. ഉദരത്തിൻ പേശി കെടുത്തുവാൻ പോയി ഞങ്ങൾ, ഹൃദയത്തിൻ വിശപ്പടക്കുവാൻ പോന്നു. നിറഞ്ഞിരിക്കിലും ദരിദ്രമീ രാജ്യം, നിറഞ്ഞിരിക്കിലും വികൃതമെങ്കിലും. ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. കവിത അവിടെ തീരുന്നില്ല. ഈ കവിത ഈ കാലത്തും പ്രസക്തമാവുന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ്. ഒരേ സമയം പ്രവാസികളായി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും വേരുപൊട്ടിയ ചെടികൾ പോലെയോ മരങ്ങൾ പോലെയോ ഒറ്റയ്ക്കോ കൂട്ടായോ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് മലയാളികൾ. അതേസമയം തന്നെ മലയാള നാട്ടിലേക്ക് തൊഴിൽ തേടി ഒരു വലിയ വിഭാഗം മനുഷ്യർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഒരേ സമയം അതിഥി തൊഴിലാളികളായി പല ദൂരങ്ങളിലേക്ക് പോകുന്ന മലയാളികൾ, അതേസമയം അതിഥി തൊഴിലാളികളായി മലയാള നാട്ടിലേക്ക് വരുന്ന മനുഷ്യർ, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷികതയെ ചേർത്തു പിടിക്കുകയാണ് എന്നും എല്ലാ കാലത്തും വേണ്ടത്. ശ്രീ NV കൃഷ്ണവാര്യർ എഴുതിയ ഒരു കവിതയിലെ വരികൾ, ആഫ്രിക്ക എന്ന കവിതയിലാണ് ആ വരികൾ. അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങോ പ്രഹരം വീഴുവതെൻ്റെ പുറത്താവുന്നു. എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങോ പ്രഹരം വീഴുവതെൻ്റെ പുറത്താവുന്നു. വിശ്വമാനവികത എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അത് കഴിഞ്ഞേ ഉള്ളൂ ആർഭാടങ്ങൾ. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും അത്രയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടിയാവാം ഒരു മനുഷ്യൻ തൻ്റെ ജനിച്ച നാട് വിട്ട് തനിക്ക് വഴി അറിയാത്ത, തനിക്ക് മൊഴി അറിയാത്ത, തൻ്റേതെന്ന് പറയാൻ ഒരു പരിചിത മുഖം പോലുമില്ലാത്ത അതിവിദൂരമായ ഒരു നാട്ടിലേക്ക് വരുന്നത്. അയാൾക്ക് ആദ്യം ആതിഥേയമായ ആ മണ്ണ് നൽകേണ്ടത് ഒരിറ്റു ദാഹജലം, ഒരു പാത്രം ഭക്ഷണം, അന്തി ഉറങ്ങാൻ ഒരിടം. കേരളമേ, ഒന്ന് ചോദിക്കട്ടെ, എത്രയോ 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 വർഷങ്ങളായില്ലേ ഈ മനുഷ്യർ കേരളത്തെ പടുത്തുയർത്തുന്നു? ഏതെങ്കിലും ഒരു പാർപ്പിടം, ആകാശത്തിന് താഴെ ഒരു മേൽക്കൂര ഈ മനുഷ്യർക്കു വേണ്ടി, ഒരു പൊതു പാർപ്പിടം, ഈ അതിഥി തൊഴിലാളികൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു അതിഥി മന്ദിരം
ആ മനുഷ്യരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടായ്മ. എന്തേ നിങ്ങൾ ഇന്ന് വരെ അവരെ ഒരു വശത്തുകൂടി നിങ്ങൾ കള്ളം പറയുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന്. എന്നാൽ മറുവശത്തുകൂടി നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അവരുടെ അസ്ഥി ഉരുക്കി എടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അവരുടെ കായബലം, അവരുടെ പ്രയത്നം, അവരുടെ അധ്വാനം അത് രാപ്പകലില്ലാതെ പിഴിഞ്ഞെടുത്ത് ചണ്ടിയാക്കി അവരെ ഉപേക്ഷിച്ച് കളയുന്നു. നിങ്ങളുടെ കണ്ണിന് പിടിക്കായിക അവരുടെ ഉടുപ്പിലും നടപ്പിലും എടുപ്പിലും നിങ്ങളുടെ കണ്ണിന് പിടിക്കായിക തോന്നിയാൽ വെറും സംശയം മതി, നിങ്ങൾക്കവരെ തല്ലിക്കൊല്ലാം. ഇനിയും പറയരുത് കേരളമേ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന്. ദൈവം പോലും സഹിക്കില്ല.